ജോലി കിട്ടാൻ ലിങ്ക്ഡിൻ ഹെൽപ്പ് ചെയ്യും എന്ന് ഒരുവിധം എല്ലാവരും കേൾക്കുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ ചിലപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടാതിരിക്കാനും ലിങ്ക്ഡിൻ കാരണമാകാം. സോ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. കോമൺ ആയിട്ട് ലിങ്ക്ഡിനിൽ ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. അതെന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും ഒന്നാമത്തെ കാര്യം, ലിങ്ക്ഡിൻ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. പലരും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ നല്ലതാണ്, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴി ജോബിന് അപ്ലൈ ചെയ്യാന്നൊക്കെ ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. നോക്കുമ്പോൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ സമയത്ത് അതിനുവേണ്ടി മെനക്കെടുന്നില്ല. പേര് കൊടുക്കും, അത്യാവശ്യം എന്തെങ്കിലും ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കവർ ഫോട്ടോ നിർബന്ധമാണ്, പ്രൊഫൈൽ ഫോട്ടോ നിർബന്ധമാണ്, ഹെഡ്ലൈൻ ഉണ്ടാവുക, എബൌട്ട് വിസ്തരിച്ചെഴുതുക, റെസ്യൂമിലുള്ള എല്ലാ ഇൻഫർമേഷനും ലിങ്ക്ഡിനിൽ ഉണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സാഹചര്യങ്ങളിലാണ് നിങ്ങളൊരു ജോലി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ റിക്രൂട്ടേഴ്സ് കാണുക. ഒന്നുകിൽ നിങ്ങൾ റെസ്യൂമെ അയച്ചു കൊടുത്ത സ്ഥാപനത്തിൽ ആ റിക്രൂട്ടർ റെസ്യൂമെ കാണുന്നു, അതോടൊപ്പം അയാൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ലിങ്കിലേക്ക് കയറി നോക്കുന്നു. സോ റെസ്യൂമെ കണ്ട ഒരാൾ ലിങ്ക്ഡിനിൽ കയറി നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. സോ നിങ്ങൾ റെസ്യൂമിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും ലിങ്ക്ഡിനിൽ ഉണ്ടാവുകയും അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റ്സ് റിക്രൂട്ടർക്ക് കിട്ടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ റെസ്യൂമിൽ ആ ഒരു ലിങ്ക് വെക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതല്ലാണ്ട് നോ യൂസ്. പലപ്പോഴും വിസ്തരിച്ച് നല്ലൊരു എക്സലന്റ് റെസ്യൂമേ ഉണ്ടാവും, നമ്മൾ എന്നിട്ട് അതൊക്കെ നോക്കുന്നതിൻ്റെ കൂടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല, ആകെ ഒരു പേരും കാണും, ചിലപ്പോൾ ഒരു 1 ലൈൻ എബൌട്ട് കാണും. അത് സ്ഥിരമായിട്ട് കാണുന്ന കരിയർ ഒബ്ജക്റ്റീവ് ഒക്കെ ആയിരിക്കും, സീക്കിങ് ചലഞ്ചിങ് പൊസിഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എക്സ്പീരിയൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല. അത് കംപ്ലീറ്റ്ലി ആ റെസ്യൂമേഡ് വന്നൊരു ഇംപ്രഷൻ പോലും നമുക്ക് മോശമാക്കി കളയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലിങ്ക്ഡിൻ വഴി തന്നെ, ലിങ്ക്ഡിൻ ജോബ് ത്രൂ തന്നെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പേജസ് വഴിയോ ലിങ്ക്ഡിൻ റിക്രൂട്ടേഴ്സിന് മെസ്സേജ് അയച്ചിട്ടോ ഒക്കെ നിങ്ങൾ ജോബ്സ് അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ റെസ്യൂമേക്കാട്ടിന് മുമ്പ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ തന്നെയാണ് റിക്രൂട്ടർ കാണുക. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തത് ആ പ്രൊഫൈലാണ്. അതിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സീരിയസ്നെസ്, കമ്മിറ്റ്മെന്റ് ഒക്കെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുള്ളൂ ഒരു റിക്രൂട്ടറെ സംബന്ധിച്ച്. സോ റെസ്യൂമിലുള്ള എല്ലാ കാര്യങ്ങളും അതിനപ്പുറമുള്ള ഇൻഫർമേഷനും ലിങ്ക്ഡിനിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് കരുതുക. അതോടൊപ്പം ലിങ്ക്ഡിൻ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി നീറ്റ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യുക വിത്ത് ഫോട്ടോസ് എന്ന് മാത്രമല്ല, ഒരു 50-100 കണക്ഷൻസ്, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് 100 കണക്ഷൻസ് എങ്കിലും ബിൽഡ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർ ലിങ്ക്ഡിനിൽ ഇനിഷ്യലി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സെയിം ഇൻഡസ്ട്രിയിലുള്ളവരോ ഫീൽഡിലുള്ളവരോ അതായത് കോളേജിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരോ അങ്ങനെയുള്ളവരെയൊക്കെ ആ സ്ഥാപനങ്ങളുടെയൊക്കെ പേരൊക്കെ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, അവരെയൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ പ്രൊഫൈല് കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആക്കിയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, വിത്ത് ഒരു മിനിമം 100 നമ്പർ ഓഫ് കണക്ഷൻസ്. ഇനി രണ്ടാമത്തെ ഭാഗം, നമുക്ക് നല്ല പ്രൊഫൈൽ വേണമെന്ന് പറഞ്ഞു, കാരണം അത് കാണുമ്പോൾ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുക എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനോട് ചേർത്ത് പറയാനുള്ളതാണ്, പലരും പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്ന പോലെ പ്രൈവറ്റ് ആക്കിക്കളയും. അതായത് സംടൈംസ് പേര് മുതൽ ഒരു ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പ്രൈവറ്റ് ആക്കാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഒൺലി മീ എന്ന രീതിയിലാക്കുന്നത് പോലെ. സോ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് ഒരു ജോബ് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ ആർക്ക് കാണാൻ പറ്റില്ല. പലപ്പോഴും ലിങ്ക്ഡിൻ മെമ്പർ എന്ന് മാത്രമായിരിക്കും ചിലപ്പം കണക്ഷൻ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് കാണിക്കുക. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയില്ല. നിങ്ങളെ ഹയർ ചെയ്യുന്ന പോയിട്ട് സെലക്ട് ചെയ്യാനോ ആ പ്രൊഫൈൽ ആരുടെയാണെന്ന് പോലും അറിയാൻ ഒരു മാർഗ്ഗമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. സോ ഒരിക്കലും പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയോ ഹൈഡ് ചെയ്ത് പ്രൈവറ്റ് ആക്കുകയോ ചെയ്യാതിരിക്കുക. മൂന്നാമത്തത്, റിലവൻ്റ് അല്ലാത്ത പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, കണക്ഷൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ മൂന്നാമത്തെ അതിൻ്റെ ഒരു മേജർ ഭാഗമാണ് ലിങ്ക്ഡിനിൽ എൻഗേജ്മെന്റ്സ്, അല്ലെങ്കിൽ അതിൽ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത്. ലിങ്ക്ഡിൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ പോലെ തന്നെ. ആൾക്കാർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുകയല്ല, ചിലത് ജോബ് സെർച്ച് മാത്രം നോക്കുന്നുണ്ട്, പക്ഷെ അവരുൾപ്പെടെ ഒരുപാട് പേര് പോസ്റ്റുകളും വീഡിയോസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ പല കണ്ടന്റിനും പോസ്റ്റ് ചെയ്യുന്നവരാണ്. സോ നിങ്ങൾക്കും അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. സോ നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, വാഹനങ്ങൾ ഈ പുതിയതായിട്ട് ഇറങ്ങുന്ന കാറുകളോ ബൈക്കുകളോ ഒക്കെ നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള പോസ്റ്റുകൾ, ഇപ്പം പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്യുന്നു, അപ്പോൾ അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്നുള്ള പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ഇടാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം, നോളജ്, ഇതൊക്കെ ആ പോസ്റ്റുകളിൽ നിന്ന് അത് വായിക്കുന്നതിന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എഴുതാനുള്ള സ്കില്ലില്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPT കൊണ്ട് കണ്ടന്റ് എഴുതിപ്പിക്കാം. നിങ്ങളുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് എനിക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടത്, അത് നിങ്ങൾക്ക് ചെയ്യിക്കാം. സോ അങ്ങനെ ഏത് ഫീൽഡിലുള്ളവർക്കും ഈ പറയുന്ന റീസെന്റ് അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യാം. ഇവിടെ ചെയ്യാൻ
പാടില്ലാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് റിലവൻ്റ് അല്ലാത്ത പോസ്റ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ആസ് എ ജോബ് സീക്കർ എന്നുള്ള നിലയിലാവുമ്പം നമ്മളുടെ ഫീൽഡോ ആയിട്ടോ പ്രൊഫഷനോ ആയിട്ടോ ഒന്നും ബന്ധമില്ലാത്ത കണ്ടന്റുകൾ, എസ്പെഷ്യലി ജോബ് സീക്കേഴ്സിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ചില മോട്ടിവേഷണൽ കണ്ടന്റുകൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഷെയർ ചെയ്ത് പോകുന്ന കുറേ കണ്ടന്റുകൾ, ഇതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ചില ആൾക്കാരുടെ സ്ഥിരം പരിപാടിയുണ്ട്, സാഡ് സ്റ്റോറീസ് വിസ്തരിച്ച് എഴുതി വിടും. എനിക്ക് ഇങ്ങനെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്, വീട്ടിൽ ഇതാണ് സാഹചര്യം, മെഡിസിൻസ് മേടിക്കാൻ പൈസയില്ല, ഒരു ജോലി തരുമോ എന്നൊക്കെ ചോദിച്ചു. ഇത് കാണുന്ന ആൾക്കാരെല്ലാവരും അതേപോലെ തന്നെ സ്വന്തം അവസ്ഥയൊക്കെ വിസ്തരിച്ചെഴുതി പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികളൊന്നും ലിങ്ക്ഡിനിൽ ചെയ്യാതിരിക്കുക. റിലവൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ മാത്രം ചെയ്യുക. 4ാമത്തെ പോയിന്റ് ആണ് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള മെസ്സേജിങ് പരിപാടി. സോ ലിങ്ക്ഡിനിൽ നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോംസിലെ പോലെ തന്നെ ആൾക്കാരുമായിട്ട് മെസ്സേജസ് അയക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു കാഷ്വൽ കോൺവെർസേഷൻ പോലെ ഒരു കമ്പനിയിൽ റിക്രൂട്ടറിന്റെ പ്രൊഫൈൽ കിട്ടി, അയാളുടെ അടുത്ത് ചോദിക്കുകയാണ് വേക്കൻസി ഉള്ള, ഹൈ ബ്രോ എന്ന രീതിയിൽ തുടങ്ങി ആ ഒരു രീതിയിൽ ഒരു കോൺവെർസേഷനിലേക്ക് പോവാതിരിക്കുക. ആൻഡ് അതോടൊപ്പം തന്നെ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയക്കുന്നതിനൊരു പാറ്റേൺ ഉണ്ട്. അതായത് ഒരിക്കലും വാട്സാപ്പ് മെസ്സേജ് പോലെ ഒരു ഹായ് അയക്കുന്നു, അവിടുന്ന് ഒരു ഹായ് റിപ്ലൈ വരാൻ കാത്തിരിക്കുന്നു, അത് കഴിയുമ്പോൾ അടുത്ത മെസ്സേജ് അയക്കുന്നു, അങ്ങനെ ചെറിയ സെന്റൻസുകളായിട്ടോ ഏതാനും വാക്കുകളായിട്ടോ അല്ല ലിങ്ക്ഡിനിൽ മെസ്സേജ് അയക്കുക. ലിങ്ക്ഡിൻ മെസ്സേജ് വർക്ക് ചെയ്യുന്നത് ഒരു ഇമെയിൽ അയക്കുന്ന പോലെയാണ്. സോ ഫുൾ കാര്യങ്ങൾ ഒന്നിച്ച് ഒറ്റ മെസ്സേജ് ആയിട്ട് കൊടുക്കുക. സോ ഹായ് സാർ, എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ഇന്ന പ്രൊഫഷനാണ്, ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. സോ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അപ്പം അവിടെ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടെന്ന് അറിയാനാണ് കോൺടാക്ട് ചെയ്യുന്നത്. സോ ക്യാൻ യു ലെറ്റ് മീ നോ എന്ന രീതിയിൽ ഒരൊറ്റ മെസ്സേജിൽ നിർത്തുക. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മെസ്സേജ് അയക്കുന്ന സമയത്ത് പലപ്പോഴും കാണാറുള്ള ഒരു സംഗതി, ഒരു മെസ്സേജ് പോകും, അതിനുശേഷം എന്താ പറയുക, വീണ്ടും ഒരു ദിവസം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, അവരൊരു റിപ്ലൈ ഇടും, എഗെയിൻ ഇതേ വീണ്ടും ഒരു ഹായ് അല്ലെങ്കിൽ വീണ്ടും ഒരു ഗുഡ് മോർണിംഗ് പോകും. ഇത് ഡിഫിക്കൽട്ടാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ പേഴ്സണലി നമ്മൾ ഈ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാർ പലരും അറ്റ്ലീസ്റ്റ് 1-2 പേരെങ്കിലും എവറി ഡേ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് റെസ്യൂമെ അഡ്വൈസിന് വേണ്ടിയിട്ട്. ചിലർ റെസ്യൂമെ പ്രിപ്പറേഷൻ സർവീസസിനൊക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ കൺവീനിയൻസിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസസ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് റെസ്യൂമെ അഡ്വൈസിനാണെങ്കിൽ റെസ്യൂമെ ഫയൽ ഷെയർ ചെയ്യുക, റെസ്യൂമെ അഡ്വൈസ് വേണമെന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് റെസ്യൂമെ സർവീസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ടീമിൻ്റെ നമ്പർ ഇന്നതാണ്, അതിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഈ മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവർക്കും പോകുന്നുണ്ട്. എന്നാൽ പോലും പലരും ഒരു ഹായ് അയക്കും, ഈ മെസ്സേജസ് കണ്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ അടുത്ത ദിവസം കാണുന്ന സമയത്ത് ഞാൻ തിരിച്ചൊരു ഹലോ കൊടുക്കും. അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിന്നീട് ഒരു സമയത്ത് വീണ്ടും ഇവരുടെ ഒരു ഹായ് വരും. അപ്പോൾ പിന്നെയും എൻ്റെ സമയം ഇങ്ങനെ വെറുതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ആ കോൺവെർസേഷൻ അവിടെ വെച്ച് നിർത്തും. കാര്യം പറയാതെ ഇങ്ങനെ ഹായും ഹലോയും അയച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെ തന്നെ ഒത്തിരി പേര് ഓരോ ദിവസം അയക്കുന്നുണ്ട്. സോ അത് ഒരിക്കലും നമുക്ക് ബെനിഫിഷ്യൽ ആവില്ല. പ്രൊഫഷണൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനൽ തിങ്, ജോബ് സീക്കേഴ്സിനെ സംബന്ധിച്ച് അവർ മാത്രം കൂടുതലായിട്ട് വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി ജോബ് സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ജോബ് കാര്യമായിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഡെസ്പെറേറ്റ് ആയിരിക്കും. എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ജോലി കിട്ടുക എന്നൊരു സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് കിട്ടിയാലും അത്തരത്തിലൊക്കെ പോകും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഡൗട്ട്സ് ചോദിച്ച് വിളിക്കുന്ന മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കരിയറിന്റെ പല കാര്യങ്ങളും. അപ്പം പലരും പലതരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവുന്ന ആൾക്കാർ പോലും ഉണ്ട്. അപ്പം പലതും ലോജിക്കലി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാവും. ഇന്നിപ്പോൾ കണ്ട ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നത്, ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്, അപ്പോൾ അവരൊരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറയുന്നു. അത് ചെയ്യണം എന്ന് ചോദിച്ചു. അത് ലോജിക്കലി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ അവിടെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട്, നമ്മൾ ജോലി വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെയ്ത് കൊടുത്ത് പെട്ടുപോകും എന്നൊരു സംഗതിയുണ്ട്. അപ്പൊ എന്ന് പറയുന്നത് പോലെ തന്നെ ലിങ്ക്ഡിനിൽ പലരും പോയി വീഴുന്നതാണ് ഈ ആൾക്കാർ മറ്റ് പ്രൊഫൈലുള്ളവരെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലുമൊക്കെ ഹയറിംഗ് ആണ് എന്നുള്ള പോസ്റ്റുകൾ, അല്ലെങ്കിൽ അവർ തന്നെ ചുമ്മാ ഡമ്മി ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഒരു പോസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ പറയും, നിങ്ങൾ ഈ ഒരു ജോലിക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്ന് കമന്റ് ചെയ്യാൻ പറയും, ഞങ്ങൾ പ്രൊഫൈൽ നോക്കിയിട്ട് നിങ്ങളെ വിളിക്കാം എന്ന് പറയും. 99.999% ആൾക്കാരും ഈ തരത്തിൽ പോസ്റ്റ് ഇടുന്ന ആൾക്കാരും ഫേക്കാണ്. അവരുടെ പ്രൊഫൈലിൽ കുറെ കമന്റുകൾ കിട്ടാനും പ്രൊഫൈൽ റീച്ച് കിട്ടാനും മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. അതിൽ തന്നെ പല പ്രൊഫൈൽസും നിങ്ങൾ ആദ്യം എടുത്ത് നോക്കുക. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, അവർക്ക് ആ കമ്പനിയിലെ ആളാണോ, അതിൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ മുൻ പോസ്റ്റുകൾ എന്താണ്, ഇതൊക്കെ നോക്കുക. ഞാൻ അങ്ങനെ ഒരു പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ കണ്ടത്, പുള്ളി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ലോകത്തുള്ള എല്ലാ ഡെസിഗ്നേഷൻസിലേക്കും ഹയർ ചെയ്യുന്ന ഒരാളാണ്. അതും ഒരു ദിവസം തന്നെ പുള്ളി ഒരു 50 പോസ്റ്റുകൾ ഇടുന്നുണ്ട്. എല്ലാത്തിനിടയിലും ഇൻട്രസ്റ്റ് കമന്റ്സ് ആണ്. സോ ലോജിക്കലി അത് വർക്ക് ചെയ്യാത്തൊരു സംഗതിയാണ്. അത് കാര്യമൊന്നുമില്ല. നമ്മളെ കൊണ്ട് അവരുടെ പ്രൊഫൈലിലെ റീച്ച് കൂട്ടുമെന്ന് മാത്രം ഉദ്ദേശിക്കുന്നത്. സോ അതിനകത്ത് വേറൊരു പ്രശ്നം, അത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിക്രൂട്ടർ നിങ്ങളുടെ പ്രൊഫൈൽ കയറി നോക്കുമ്പം
ഈ നിങ്ങൾ ഇടുന്ന കമന്റുകളെല്ലാം ആക്ടിവിറ്റി എന്നുള്ളൊരു പാർട്ടിൽ കാണാൻ പറ്റും. അതിൽ മുഴുവൻ എല്ലാ പോസ്റ്റുകളുടെ അടിയിലും പോയിട്ട് ഇൻട്രസ്റ്റ് എന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഡെസ്പറേറ്റ് ആണ്, എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒട്ടും ലോജിക്കൽ അല്ലാണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നിയേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു റിക്രൂട്ടറിന്റെ മൈൻഡിലേക്ക് വന്നേക്കാം. സോ ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യവും ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് നിങ്ങൾ ഒരു ജോബ് സീക്കർ ആണെങ്കിൽ ലിങ്ക്ഡിനിൽ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സജഷൻസ് ഇതുപോലെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ലിങ്ക് അയച്ചിട്ട് അതോടൊപ്പം ലിങ്ക്ഡിൻ പ്രൊഫൈൽ അഡ്വൈസ് വേണം എന്നൊരു മെസ്സേജും കൂടി ചേർത്ത് മാത്രം അയക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹായ് ഹലോ മാത്രം അയച്ചിരിക്കാതിരിക്കുക. ഞാനത് ചെക്ക് ചെയ്തിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് സജഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ, റെസ്യൂമെ സർവീസസ്, ലിങ്ക്ഡിൻ ട്രെയിനിങ് തുടങ്ങിയൊക്കെ നമ്മുടെ കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.